ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാം ഇന്നൊരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതുപോലൊരു ക്രീപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ളത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കണം. വാങ്ങിക്കുമ്പോൾ ഇതൊരു റോള് പോലെ ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതുപോലെ നീളത്തിൽ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫ്ലവറിൻ്റെ ഇതളിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഈ അളവിലും നമുക്ക് മാറ്റം വരുത്തിയെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ചതുരങ്ങളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതുപോലെ ബാക്കിയുള്ള പീസെല്ലാം കട്ട് ചെയ്തെടുക്കാം. ക്രീപ്പ് പേപ്പറിന് അധികം കട്ടിയില്ലാത്തതുകൊണ്ട് 3-4 പീസ് ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലവറിന് എത്രത്തോളം തിക്നെസ് വേണോ അത്രത്തോളം ഇതളുകൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യമുള്ള അത്ര ഇതളുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ഇതളും എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിൽ നിന്നും ബാക്ക് വശത്തേക്ക് കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. എല്ലാ ഇതളുകളും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഇതളുകളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കമ്പി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലൊരു പീസ് പേപ്പർ കട്ട് ചെയ്തിട്ട് കമ്പിയിൽ വെച്ചിട്ട് കമ്പി ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇളകി പോവാതിരിക്കാനായിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് നൂല് വെച്ചിട്ട് ടൈറ്റിലൊന്ന് കെട്ടാം. അപ്പോൾ നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഓരോ ഇതളും പശ തേച്ചിട്ട് ഇതിന് ചുറ്റും ഒട്ടിച്ചെടുക്കാം. ആദ്യം ഒട്ടിച്ചതിൻ്റെ സൈഡിലേക്കൂടെ ആയിട്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം ഒട്ടിക്കുന്നത്. ഇതുപോലെ ഓരോ ഇതളിൻ്റെയും സൈഡിലൂടെ ഓരോ ഇതളും കൂടി വെച്ച് നമുക്കൊരു ഫ്ലവറിൻ്റെ മോഡൽ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ഇതളുകളും ഇതിന് ചുറ്റും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അടിപൊളി ഫ്ലവർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തണ്ടിന് ഇതുപോലൊരു ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. പൂവിൻ്റെ അടിയിലായിട്ട് 2-3 പ്രാവശ്യം അധികം ചുറ്റി കൊടുക്കുന്നുണ്ട്, കുറച്ച് തിക്നെസ് വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം താഴോട്ടേക്ക് കമ്പിയുടെ അവസാനം വരെയും ഇതുപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ഇല കൂടി ആക്കി കൊടുക്കണം. അതിന് ഇതുപോലൊരു ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയിട്ട് നമുക്കതിലൊരു ഇലേൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. 2 ഇല കിട്ടിയിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ പശ തേച്ചിട്ട് തണ്ടിനോട് ചേർത്ത് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മളെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.